അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വജമീഇ മശായിഖിനൽ അസ്ഹരിയത്തി ശാലിയാത്തിയ വമശായിഖിന ശാതുബിയ്യ വൽ ജസ്രിയ്യ വജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ ഹിഫ്ളുള്ള പ്രിയപ്പെട്ട മുഅ്മിൻ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏവർക്കും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സആദത്തുദ്ദാറിൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഷരീഫ് അല്ലാഹുവിൻ്റെ കലാം അത് ഹിഫ്ളാക്കുക, കാണാതെ പഠിക്കുക എന്നത് ഫർള് കിഫായയാണെന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പോലോത്ത മഹത്തുക്കൾ ഇത്ഖാൻ പോലോത്ത ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തതായി കാണാം. ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, നാം ഇവിടെ ജനിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരു അന്ത്യം, ഒരു അവസാനമുണ്ട്. ഒരു ദിവസം നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് അബദിയായ ജീവിതത്തിലേക്ക് നമുക്ക് നീങ്ങിപ്പോകേണ്ടതുണ്ട്. ഏതൊരാളും ഈ ദുനിയാവിൽ വന്നാൽ അവനിക്ക് നിശ്ചയിച്ചതായിരിക്കുന്ന കാലം ഇവിടെ ജീവിച്ച് ആഖിറത്തിലേക്കുള്ള യാത്ര തിരിക്കേണ്ടതുണ്ട്. ആ യാത്രവേളയിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടതുണ്ട്. ഖബർ, മഹ്ശറ, സിറാത്ത് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ താണ്ടി പോകേണ്ടതുണ്ട്. അതിൻ്റെ ശേഷം സ്വർഗം അല്ലെങ്കിൽ നരകം നമ്മുടെ താമസ സ്ഥലമായിരിക്കും. ഈ ഭൂമി ലോകത്ത് വെച്ച്, ഈ ദുനിയാവിൽ വെച്ചിട്ട് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്ന നിലക്ക് നാം ചെയ്യുന്ന നന്മകൾ ദാറുൽ ആഖിറത്തിൻ്റെ വിജയത്തിനും, അതുപോലെ ഈ ദുനിയാവിൽ നടത്തുന്ന തെറ്റുകുറ്റങ്ങൾ ആ ആഖിറത്തിലുള്ള നമ്മുടെ നാശത്തിനും കാരണമാണ്. നാം വളരെ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യക്ഷമായ ഒരുപാട് നന്മകളുണ്ട്, നിസ്കാരം പോലോത്ത ഒരുപാട് നന്മകളുണ്ട്. അതുപോലെ ആന്തരികമായ ബാത്തുനിയായിരിക്കുന്ന ഒരുപാട് നന്മകളും ഇഖ്ലാസ് പോലോത്തതും ഉണ്ട്. അതേപോലെ തെറ്റുകളുടെ കൂട്ടത്തിലും പ്രത്യക്ഷമായ തെറ്റുകളും ആന്തരികമായ, അതായത് ലാഹിറും ബാത്തിനായ തെറ്റുകളുമുണ്ട്. ഖത്ല്, ഗീബത്ത് പോലോത്ത തെറ്റുകൾ പ്രത്യക്ഷമായ തെറ്റുകളാണെങ്കിൽ, കിബ്ർ, റിയാ, ഉജ്ബ്, നിഫാഖ്, ഇഅ്തിഖാദി പോലോത്ത ഹുബ്ബുൽ മദ്ഹി, ഹുബ്ബുൽ ജാഹി തുടങ്ങിയ ആന്തരികമായിരിക്കുന്ന ബാത്തുനിയായ അംറാദുൽ ഖുലൂബ്, ബാത്തുനിയായ മുഹ്ലിക്കാത്ത്, ബാത്തുനിയായ തെറ്റുകളും ഉണ്ട്. ഈ ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1450 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ആഖിർ സമാനെ സംബന്ധിച്ച് യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ വൈകുന്നേരം സമയത്തിനനുസരിച്ച് രാവിലെ ഒരു ഈമാനുള്ള ആള് വൈകുന്നേരമാകുമ്പോഴത്തേന് കാഫിറായി പോകുന്നതും, വൈകുന്നേരം മുഅ്മിനാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായി പോകുന്ന ഒരു കാലഘട്ടം വരും. അത്രക്കും കുഫ്രിയത്തിന്റെ വിശ്വാസങ്ങളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പേ അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത ഇൽമുൽ ഗൈബ് കൊണ്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ അവിടുത്തെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബുൽ ഫിതൻ, കിതാബ് അശറാത്തി സാഅ, അതുപോലെ കിതാബുൽ മലാഹിം തുടങ്ങിയ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ മുഹദ്ദിസീങ്ങളായ പണ്ഡിത ശിരോമണികൾ തൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു കാലഘട്ടത്തിൽ നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, ഇന്ന് ഈ ആഖിർ സമാൻ ഫിത്നയുടെ കാലഘട്ടം, തെറ്റുകളെ തൊട്ട് സൂക്ഷിക്കാൻ എന്ന ചിന്തകൾ കുറഞ്ഞ കാലമാണ്. കുഫ്രിയത്തിൻ്റെയും ബിദ്അത്തിൻ്റെയും പ്രവർത്തനങ്ങളെ തൊട്ടും വാക്കുകളെ തൊട്ടും വിശ്വാസങ്ങളെ തൊട്ടും വിട്ടു നിൽക്കുക എന്നത് ഇന്ന് പലരും പ്രയാസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഭാഗ്യശാലികൾ തെറ്റുകളെ
സൂക്ഷിക്കണമെന്നും അതിന് ചികിത്സ നടത്താൻ അധ്വാനിക്കുന്ന ആളുകൾ പോലും പലരുടെയും ചിന്തകൾ പ്രത്യക്ഷമായ തെറ്റുകളെ സംബന്ധിച്ച് മാത്രമാണ്. ബാത്തിനിയായ തെറ്റുകളെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിന് ചികിത്സ നടത്തുന്നതും വളരെ വളരെ അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷമായ തെറ്റുകളെക്കാളും വലിയ ഡേഞ്ചറും വലിയ കേടും ആണ് ബാത്തിനിയായ തെറ്റുകൾ. കാരണം ബാത്തിനിയായ ഒരു തെറ്റ് ലാഹിരിയായ ഒരുപാട് തെറ്റുകൾക്ക് കാരണമുണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ ലാഹിരിയായ തെറ്റുകൾ ഖത്ല്, ളുൽമ്, ഗീബത്ത്, നമീമത്ത്, അതുപോലെ മറ്റുള്ളവരുടെ അയ്ബ് പറയുക, ഇതെല്ലാം ഈ തെറ്റുകളുടെയൊക്കെ പിന്നിലുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ബാത്തിനിയായ ഗളബ്, ദേഷ്യം എന്ന് പറയുന്ന, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്വന്തം വ്യക്തിപരമായി മറ്റുള്ളവരോട് ദേഷ്യം വെക്കുക. ഈ ദേഷ്യം വെച്ചാലാണ് ഇത്തരത്തിലുള്ള ലാഹിരിയായ തെറ്റുകളും നമുക്ക് വന്നു പോകുന്നത് എന്ന് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ബാത്തിനിയായ രോഗങ്ങൾ, ബാത്തിനിയായ തെറ്റുകൾക്ക് നമ്മൾ ശരിയായ ഒരു ചികിത്സ നടത്തിയാൽ ഒരുപാട് പ്രത്യക്ഷത്തിലുള്ള തെറ്റുകളെ തൊട്ടും രക്ഷപ്പെടാൻ നമുക്ക് എളുപ്പമാകുമെന്ന് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്, ലാഹിരിയായ തെറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ ഷരീഫ് മറന്നു പോവുക, അള്ളാഹുവിന്റെ കലാം മറന്നു പോവുക. അത് വന്തോഷമാണല്ലോ. നിസിയാനുൽ ഖുർആനി കബീറത്തുൻ, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇത്ഖാനിൽ രേഖപ്പെടുത്തി. പരിശുദ്ധ ഖുർആൻ മറക്കുക അത് വന്തോഷമാണ്. പരിശുദ്ധ ഖുർആൻ കാമിലും മുക്കമ്മലായി കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ചില ഭാഗങ്ങൾ ഹിഫ്ളാക്കി എന്നിട്ട് അതിനെ മറക്കുക എന്നത് അത് വന്തോഷമാണ്. ഇന്ന് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ആയത്ത് ഓർമ്മയാക്കിക്കൊണ്ട് പിന്നെ അത് ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത്, ഓർമ്മ വരാതിരിക്കുക എന്ന് പറയുന്നത്, അത് ഒരു തെറ്റും അതോടുകൂടെ ആ തെറ്റുണ്ടാകാൻ പല കാരണങ്ങളും ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ മറക്കുക അത് തെറ്റാണ്, മാത്രമല്ല അത് നരകത്തിലേക്ക് വിളിക്കുന്ന പ്രവർത്തനമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്ൻ നജീം റഹിമഹുള്ളാഹുവിന്റെ റസായിലിൽ 33-ാമത്തെ റിസാല അതിനെ സംബന്ധിച്ച് മാത്രമാണുള്ളത്, 353, 354 പേജിൽ. അതുപോലെ പരിശുദ്ധ ഖുർആൻ ഷരീഫ് ചിലപ്പോ വലിയ വയസ്സായിട്ടും ചിലപ്പോ വയസ്സിന്റെ ഊക്ക് കൊണ്ടിട്ട് ചിലപ്പോ ചില ഖുർആന്റെ ആയത്തുകളോ മറ്റോ മറക്കാം. അതിന് ഒരു ചിലപ്പോ ഉദറുണ്ട് എന്ന് പറയാം. അതേ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ട് മറക്കുന്ന ഒരു സ്വഭാവം, മറക്കാൻ പല കാരണങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാകുന്നു. അത് നാം പ്രത്യേകിച്ചും സൂക്ഷിക്കുകയും അതിനുവേണ്ടി പരിഹാരം കാണുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് ത്വാഹ 124 മുതൽ 126 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ വൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അതായത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആരെങ്കിലും എൻ്റെ ദിക്ർ തിരിഞ്ഞു കളഞ്ഞു, എൻ്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു, എന്നാൽ അവനക്ക് കുടുസുള്ള ഒരു ജീവിതമുണ്ടാകും. ഖിയാമത്ത് നാളിൽ അവൻ അഅമയായിരിക്കും, കണ്ണു കാണാത്തവനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹ 124-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹുവിന്റെ ദിക്ർ മറക്കുക, അള്ളാഹുവിനെ മറക്കുക, അള്ളാഹുവിന്റെ ദിക്റിനെ മറക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷയമാണ്. 5 വക്ത നിസ്കരിക്കാത്തവർക്കും അള്ളാഹുവിന്റെ ദീൻ ഒഴിവാക്കുന്നവർക്കും പരിശുദ്ധ ഖുർആന്റെ ഓത്ത് ഒഴിവാക്കുന്നവർക്കും ഒരു കുടുസുള്ള ജീവിതം ഉണ്ടാകുമെന്നും മാത്രമല്ല ഖിയാമത്ത് നാളിൽ അവർ കണ്ണ് കാണാത്ത ആളായിരിക്കുമെന്നും ഈ ആയത്തിൽ അതുപോലെ അതിന്റെ തഫ്സീറുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരായത്തിൽ, ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ. നാളെ മഹ്ശറ സഭയിൽ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയുമ്പോൾ കുടുസായ ജീവിതവും ആഖിറത്തിൽ അഅമയായി, കണ്ണോട്ടനായി, കണ്ണ് കാണാത്ത ആളായി ഒരുമിച്ച് കൂടുമ്പോൾ അയാള് അള്ളാഹുവിനോട് പറയും, റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, ഞാന് എന്റെ കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ, ഇന്നെന്തേ എന്നെ കണ്ണ് കാണാത്ത ആളായി എന്നെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്ത് ത്വാഹ 126-ാമത്തെ ആയത്തിൽ കാണാം, ഖാല കദാലിക അതതക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അതായത് നിന്റെ അടുക്കൽ എന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നിരുന്നു, എന്റെ ആയത്തുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നീ അതിനെ
മറപ്പിച്ചില്ലേ, അതുകൊണ്ട് ഇന്ന് നിന്നെയും മറക്കപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ 126 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് കൻസുൽ ഉമ്മാൽ കിതാബുൽ അദ്കാറിൽ 7-ാമത്തെ ബാബ് ഫി തിലാവത്തിൽ ഖുർആനി വ ഫളാഇലിഹി 1-ാം വാല്യം 306-ാമത്തെ പേജ്, അതായത് 2843-ാമത്തെ ഹദീസ് കൻസുൽ ഉമ്മാലിൽ ബഹുമാനപ്പെട്ട അലിയുൽ മുത്തഖിൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു ഹദീസ് കാണാം. ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിനിക്ക് പരിപൂർണമായി തെറ്റ് ചെയ്തനിക്ക് പരിപൂർണമായി ബദല കൊടുക്കുന്നത് അത് പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് ഒരാൾക്ക് ഓർമ്മ ഉണ്ടായിട്ട് പിന്നെ അതിനെ മറപ്പിച്ചാല് ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിനിക്ക് ഒരു തെറ്റിന്റെ പരിപൂർണമായി പകരം കൊടുക്കും, ശിക്ഷിക്കപ്പെടും. അതേതാ? പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയിട്ട് അതിനെ മറക്കുക എന്ന് ഒരു ഹദീസ് കാണാം. മാത്രമല്ല നാം ചിന്തിക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആന് മറക്കാൻ കാരണമെന്ത്? ഈ ആഖിർ സമാനില് വളരെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആന് പഠിച്ചതിന്റെ ശേഷം അതിനെ തക്രാറാക്കാതിരിക്കുക, അതിനെ ആവർത്തിച്ച് ഓതാതിരിക്കുക. കാരണം അസ്സബ്ഖു ഹർഫുൻ വ തക്രാറു അൽഫുൻ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട തക്രാറ് തഅല്ലുമിന്റെ മേഖലയിലുള്ളവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇകുല്ലി ഷൈഇൻ ബാബുൻ വ ബാബുൽ ഇൽമി തക്രാറുൻ, എല്ലാ വസ്തുവിനും ഒരു വാതിലുണ്ട്, എന്നാൽ ഇൽമിന്റെ വാതില് അത് തക്രാറാണ്, ആവർത്തിച്ച് പഠിക്കലാണ്. ആവർത്തിച്ച് ഓതലും മുതാലാ ചെയ്യലും ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അസ്സബ്ഖു ഹർഫുൻ വ തക്രാറു അൽഫുൻ മാ തഖററ എന്നൊക്കെ മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. ഇന്ന് ആവർത്തനമില്ലാത്തത് കൊണ്ട്, തക്രാറില്ലാത്തത് കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് നഷ്ടപ്പെടുന്നത്, പരിശുദ്ധ ഖുർആൻ മനസ്സിൽ നിന്ന് മറന്നു പോകുന്നത്, അത് രണ്ടാമത്തെ കാരണം തെറ്റുകളാണ്. അള്ളാഹുവിന്റെ ഹുഖൂഖിന്റെ വിഷയത്തിലും അടിമകളുടെ ഹുഖൂഖിന്റെ വിഷയത്തിലും ഒരുപാട് വീഴ്ചകൾ വരുത്തുക, ഒരുപാട് തെറ്റായ സാഹചര്യത്തിൽ കൂടി പരിസരം എല്ലാം റബ്ബിനെ മറന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹയാ ഇല്ലാതെ, ലജ്ജയില്ലാതെ ഒരുപാട് തെറ്റുകുറ്റങ്ങളെ കൊണ്ട് ഇന്ന് നമുക്ക് ധാരാളം മറവികൾ സംഭവിക്കുന്നു. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾക്കുണ്ടായിരുന്ന ആ ഓർമ്മശക്തി നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മിർഖാത്തുൽ മഫാത്തിഹിൽ ഉദ്ധരിച്ചതുപോലെ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞത് കാണാം, അശ്ശൈത്വാനു ഫാരിഖുൻ വ അൻത മശ്ഗൂലുൻ. ഇന്ന് പിശാചി തന്നെ റെസ്റ്റിലാണ്, എല്ലാം മനുഷ്യൻ തന്നെ ചെയ്യുന്നു. മനുഷ്യൻ എല്ലാ തെറ്റുകളും ചെയ്യാൻ, മനുഷ്യന്റെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ 2 ശൈത്താന്മാർ തന്നെ 2 വിധമുണ്ട്. ഒന്ന് ഷയാത്യൂനിൽ ഇൻസ്, ഷയാത്യൂനിൽ ജിന്ന്. ഷയാത്യൂനിൽ ജിന്നിന്റെ വലിയ ആൾ ഇബ്ലീസ് എന്ന് റെസ്റ്റിലാണ്, എല്ലാം മനുഷ്യൻ തന്നെ ചെയ്യുന്നു. അതുപോലെ മനുഷ്യനുണ്ടാക്കിയ വസ്തുക്കൾ ഒരുപാട്, മനുഷ്യനിക്ക് അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യനുണ്ടാക്കിയ വസ്തുക്കൾ അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് തൻ്റെ തെറ്റുകളിലേക്ക് വ്യാപകമായി ചെലവാക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് കാണുന്ന മൊബൈലുകളും മറ്റും അതിൽ നന്മകളുമുണ്ട്, തിന്മകളുമുണ്ട്. തിന്മകളാണ് കൂടുതലുള്ളത്. എന്നാൽ തിന്മകളിലേക്ക് മാത്രം അത് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നന്മകൾ, ഒരുപാട് മഹത്വങ്ങൾ, അതിനേക്കാളും അഫ്ളലായ മഹത്വമുള്ള പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് ഒരുപാട് ആഫത്ത്, മുസീബത്ത് പഠന മേഖലകളിലും നമുക്ക് വന്നു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഈ വിധത്തിലുള്ള തെറ്റിനെത്തൊട്ട് രക്ഷപ്പെടാൻ നാം എന്ത് ചെയ്യണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ മറന്നാലുണ്ടാകുന്ന ശിക്ഷകൾ ധാരാളം മുതാല ചെയ്യണം. അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഷരീഫ് മറന്നു പോവുക എന്ന തെറ്റിനെത്തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതോടുകൂടെ പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ മഹത്വങ്ങൾ അത് ധാരാളം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ദിവസം തോറും ചില മഹാന്മാരൊക്കെ പരിശുദ്ധ ഖുർആൻ ഒരു ദിവസത്തിൽ, അഹ്മദ് ഇബ്നു കാത്തിബ് സൂഫി റഹ്മത്തുള്ളാഹി അലൈഹി 8 ഖുർആൻ ഷരീഫ് ഖത്മാക്കിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്കാറിൽ പറയുന്നു. മാത്രമല്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ മാത്രമായും ഒരുപാട് അസുഖമുണ്ടായിട്ടും മറ്റും എല്ലാ ദിവസം പരിശുദ്ധ ഖുർആൻ ഒരു ഖുർആൻ ഖത്മാക്കുകയും റമദാൻ മാസത്തിൽ ഒരു ദിവസത്തിൽ 2 ഖുർആൻ ഖത്മാക്കുകയും റമദാൻ ഷരീഫിൽ 60 ഖുർആൻ ഖത്മാക്കിയിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി.
ആ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരെ പിൻപറ്റിക്കൊണ്ട് നാം ധാരാളം ഖുർആൻ ഓതണം. പ്രത്യേകിച്ചും ഹാഫിദുൽ ഖുർആൻ, ഖുർആന്റെ ഹാഫിസുകൾ നാം ചിന്തിക്കേണ്ടത് ദിവസം തോറും പരിശുദ്ധ ഖുർആൻ അധികരിപ്പിക്കണം. ഒന്നുമില്ലെങ്കിൽ ദിവസത്തിൽ ഒരു ജുസ് എങ്കിലും പതിവായി ഓതേണ്ട ഒരു പതിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടുകൂടെ തെറ്റുകളെ തൊട്ട് രക്ഷപ്പെടേണ്ടതുണ്ട്. തെറ്റുകളെ തൊട്ട് രക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് ഓർമ്മശക്തി ഉണ്ടാവുക. അല്ലെങ്കിൽ ഓർമ്മശക്തി എല്ലാം കുറഞ്ഞ് തെറ്റുകളുടെ കാരണം കൊണ്ട് ഒരുപാട് മറവികൾ നമുക്ക് സംഭവിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയ ആ മഹാമനുഷ്യയായിരിക്കെ അതിനേക്കാളും കൂടുതൽ ഹിഫ്ള് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തവാദു കൊണ്ട് പറഞ്ഞൊരു വാക്കാണ് ശകൗതു ഇലാ വകീഇൻ സുഅ ഹിഫ്ളി വഅർശദനി ഇലാ തർക്കിൽ മആസി എന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ബൈത്ത് തവസ്സുലാക്കിക്കൊണ്ട്, ഇമാമിന് ഷാഫി റളിയല്ലാഹുവിനെ തവസ്സുലാക്കിക്കൊണ്ട് നമ്മൾ തെറ്റുകളെ തൊട്ട് രക്ഷപ്പെട്ട് നമുക്ക് ഹിഫ്ള് ശക്തി ഉണ്ടാകാൻ പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതുകയും ചെയ്യേണ്ടതുണ്ട്. മഹാന്മാർ പരിശുദ്ധ ഖുർആൻ ഏത് വിധത്തിലാണ് കണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകിയ ഈ ഖുർആൻ ഹിദായത്തിന്റെ വെളിച്ചം, യഥാർത്ഥ വിജയം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ ഈ സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടിമകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ വലിയൊരു ഹദിയയാണല്ലോ, വലിയൊരു നിഅമത്താണ് പരിശുദ്ധ ഖുർആൻ. ഇൽമിന്റെയും മഅരിഫത്തിന്റെയും ഒരു സമുദ്രമാണ് പരിശുദ്ധ ഖുർആൻ. ജീവിതത്തിന്റെ ഹറാറത്തിന്റെയും ഹിദായത്തിന്റെയും പ്രകാശമാണ് പരിശുദ്ധ ഖുർആൻ. ഹുസ്ന് ജമാൽ, ഹൃദയത്തിന്റെ ഹുസ്നും ജമാൽ എല്ലാത്തിനും ഫലം ചെയ്യിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് പരിശുദ്ധ ഖുർആൻ. ദുനിയാവിലും ആഖിറത്തിലും എല്ലാത്തിലേക്ക് പ്രകാശമുണ്ടാക്കുന്ന ഒരു വെളിച്ചമാണ് പരിശുദ്ധ ഖുർആൻ. എല്ലാം ദാഹമുള്ളവർക്ക് ദാഹത്തിനനുസരിച്ച് ദാഹം തീർത്തു കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഈമാനിന്റെ വെളിച്ചമാണ്. അതുപോലെ ഇസ്ലാമിന്റെയും ഹിദായത്തിന്റെ പ്രകാശം കൊണ്ട് കുഫ്റും ദലാലത്തിനെ മായ്ച്ചു കളയുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മുതൽക്ക് ഇന്ന് വരെ ഉള്ള കോടിക്കണക്ക് ആളുകൾക്ക് അതിന്റെ മാധുര്യം, അതിന്റെ ലസ്സത്ത്, അതിന്റെ രസവും എല്ലാം നൽകി അനുഗ്രഹിച്ച ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഹിദായത്തിന്റെ ഗ്രന്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇമ്രാനിൽ പറഞ്ഞു, 138 ആയത്ത്, ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദം വമൗഇലത്തൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഉപദേശമാണ്, ഹിദായത്താണ്, ജനങ്ങൾക്ക് വിശദീകരണം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുപോലെ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സൂറത്ത് ബനി ഇസ്രായീൽ 82 അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഹിശിഫാഉം മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമാണ്. നമ്മുടെ ദിഹിനിയായ, ഖൽബിയായ, റൂഹാനിയായ, ജിസ്മാനിയായ, അഖ്ലാഖിയായ എല്ലാ രോഗങ്ങൾക്കും ഒരു ശമനമാണ്, ഒരു വലിയ ഒരു കീമിയാണ്. ഒരുപാട് അംറാദുൽ ഖുലൂബിന്റെയും അതുപോലെ എല്ലാ നിലക്കുള്ള ശമനമാണ്, ശിഫയാണ് പരിശുദ്ധ ഖുർആൻ. അതുപോലെ ഗഫലത്തും, അതുപോലെ ശക്ക്, അത് തുടങ്ങിയ കുഫ്ർ, ശിർക്ക് അതിന്റെ നജസ്സുകളും അതുപോലെ തെറ്റുകളെ തൊട്ടുള്ള എല്ലാ അശണ്ടകളും നീക്കാനുള്ള ഒരു മഹാഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫാത്തിർ 29-30 പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമു സ്വലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. അല്ലാഹുവിന്റെ കലാം ഓതുന്നവർ, നിസ്കരിക്കുന്ന ആളുകൾ, അല്ലാഹു നൽകിയതിൽ ചെലവാക്കുന്നവർ, രഹസ്യമായും പരസ്യമായും ആഖിറത്തിന്റെ യഥാർത്ഥ എല്ലാം ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ 24 മുതൽ 125 ഈ ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു 124 മുതൽ 126 വരെയുള്ള ഈ ആയത്തിൽ പറഞ്ഞതുപോലെ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ദീനി വ തിലാവത്തി കിതാബി. ഇമാം ഖുർത്തുബി തങ്ങൾ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ 11-ാം വാല്യം 216-ാമത്തെ പേജിൽ പറയുന്നു, എന്റെ ദീൻ, അതുകൊണ്ട് ഉദ്ദേശം
എൻ്റെ സ്മരണ, എൻ്റെ ദിക്ർ, അതുകൊണ്ട് ഉദ്ദേശം എൻ്റെ ദീൻ, അതുപോലെ എൻ്റെ കിതാബിൻ്റെ തിലാവത്ത്. പരിശുദ്ധ ഖുർആന്റെ തിലാവത്തും അതുപോലെ ദീനും ഉപേക്ഷിച്ചാൽ ദുനിയവിയായ ഒരുപാട് കുർസികളും ആഖിറത്തിലും വലിയ പരാജയവും ഉണ്ടാകുമെന്ന് ഈ ആയത്തിൽ അതുപോലെ ഇതിന്റെ തഫ്സീറിലും മഹാന്മാർ പറയുന്നു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ റൂഹിൽ ബയാനിൽ പറഞ്ഞു, വൽ മഅനാ മഈശത്തു ദാത്തി ലൻകിൻ വദാലിക ലിഅന്ന നദറഹു മഖ്സൂറുൻ അലാ അഗ്റാദി ദുനിയ വഹുവ യതഹാലകു അലാ ഇസ്തിയാദിഹാ വഖായിഫു മിൻ ഇന്തിഖാസിഹാ. റൂഹുൽ ബയാൻ 5-ാം വാല്യം 441 കാണാം. ഈ ആയത്തിന്റെ ഉദ്ദേശം കുടുസുള്ള ജീവിതം, അവരെ നോട്ടം വരും ദുനിയാവ് ദുനിയാവ്, ദുനിയാവിന്റെ ചിന്തകൾക്ക് മാത്രമായിരിക്കും. ദുനിയാവിന്റെ ആവശ്യങ്ങൾ വീട്ടുക എന്നത് മാത്രം അവർ ഉദ്ദേശിക്കും. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ദുനിയാവ് ധാരാളം വേണമെന്ന് ചിന്തിക്കുമ്പോൾ അത് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നശിച്ചു പോകുന്നു. വഖായിഫു മിൻ ഇന്തിഖാസിഹാ, അത് ചുരുക്കിപ്പോകുമ്പോൾ, അത് ചുരുങ്ങി കിട്ടുമോ എന്നൊരു പേടി അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ, അങ്ങനെ അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ തിലാവത്തുൽ കിതാബ്, അള്ളാഹുവിന്റെ കിതാബിന്റെ തിലാവത്ത്, അള്ളാഹുവിന്റെ ദീനെല്ലാം ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് കുടുസുള്ള ജീവിതം ഉണ്ടാകുമെന്നും, അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ കലാം അതുപോലെ ദീനിന്റെ ഹക്കാമിൽ അമൽ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് സമാധാനമുണ്ടാകും. അത് നഷ്ടപ്പെടുത്തിയാൽ അവരുടെ മനസ്സിന് ഒരു തുമഇനീനത്ത് ഉണ്ടാവൂല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, സൂറത്തുർ റഅദ് 28-ാമത്തെ ആയത്ത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് പരിശുദ്ധ ഖുർആന്റെ മഹത്വങ്ങൾ പറഞ്ഞത്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഇമാം തുർമുദി തങ്ങൾ 2-ാം വാല്യം 119 പറഞ്ഞത് കാണാം. ഒരു ആൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അയാൾക്ക് ഒരു ഹർഫിനിക്ക് 10 കൂലിയാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 30 കൂലി ലഭിക്കും ചുരുങ്ങിയത് എന്നും, പിന്നെ ജുമലുൽ കുബർ അനുസരിച്ച് അലിഫ് ലാം മീം അങ്ങനെ 90 കൂലി. ഇവിടെ വിശദീകരണം ബഹുമാനപ്പെട്ട ആല ഹദറത്ത് ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹദീഖത്തുൻ നദിയുടെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് തുർമുദി 2-ാം വാല്യം 120 കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖൂലു റബ്ബു തബാറക വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, മൻ ശഗലഹുൽ ഖുർആൻ അൻ ദിക്രി വ മസ്അലതി അഅതൈതുഹു അഫ്ളല മാ ഊതിയ സായിലീൻ വഫദ്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാം കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, അതായത് ഖുദ്സിയായ ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ആരെങ്കിലും എന്റെ ദിക്റിനെ തൊട്ട് ഖുർആൻ മശ്ഗൂലാക്കിയാൽ, എന്റെ ദിക്ർ, എനിക്ക് ദിക്റോ അല്ലെങ്കിൽ മസ്അല എന്നോട് ദുആ ചെയ്യാനൊന്നും സമയമില്ല, ഏത് സമയത്തും പരിശുദ്ധ ഖുർആനിൽ ശുഗലായി, അല്ലാഹുവിന്റെ കലാമിൽ തന്നെ ശുഗലായാൽ അഅതൈതുഹു അഫ്ളല മാ ഊതിയ സായിലീൻ, ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ മഹത്വം ഞാൻ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആനിൽ മശ്ഗൂലായ ആൾക്ക് ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഫദ്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാമി കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി, അല്ലാഹുവിന്റെ കലാമിന്റെ മഹത്വം മറ്റു കലാമിനേക്കാളും, അല്ലാഹുവിന്റെ മഹത്വം അവന്റെ സൃഷ്ടികളുടെ മേൽ എങ്ങനെ, സൃഷ്ടികളെക്കാളും അല്ലാഹുവിന്റെ മഹത്വം എത്രമുണ്ട്, അത്രമാത്രം മഹത്വമാണ് പരിശുദ്ധ ഖുർആനിക്ക് മറ്റു ഗ്രന്ഥങ്ങളെക്കാളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് പറഞ്ഞത് ഇമാം തുർമുദി തങ്ങൾ അവിടുത്തെ തുർമുദി 2-ാം വാല്യം 120 പറയുകയാണ്. അതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ 2-ാം വാല്യം 757-ാമത്തെ പേജിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് സയ്യിദുന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനുല്ലദീ യഖ്റഉൽ ഖുർആന വയഅമലു ബിഹി കൽ ഉത്റുജ്ജതി തുഅമുഹാ തയ്യിബുൻ വരീഹുഹാ തയ്യിബുൻ والمؤمن الذي لا يقرأ القرآن ويعمل به كالتمرة طعمها طيب ولا ريح لها ومثل المنافق الذي يقرأ القرآن كالريحانة ريحها طيب وطعمها مر ومثل المنافق الذي لا يقرأ القرآن كالحنظلة طعمها مر أو خبيث വരീഹുഹാ മുർറുൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി 2-ാം വാല്യം 757-ാമത്തെ പേജിൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുഅ്മിനായ മനുഷ്യന്റെ 2 വിധത്തിൽ മുഅ്മിനീങ്ങളുണ്ട്, മുനാഫിഖീങ്ങൾ 2 വിധത്തിലുണ്ട്. രണ്ടിനും ഉദാഹരണം പറയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ ഓതുന്നു, എന്നാൽ ഉത്റുജ്ജത്ത് ലിംബ പോലെയാണ്, സുഗന്ധമുണ്ടാകും, അതിന്റെ സുഗന്ധം നല്ലതുണ്ട്, അതിന്റെ രുചിയും നല്ലതുണ്ടാകും. അതേ സ്ഥാനത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ ഓതുന്നില്ല എന്ന കാരക്കയെ പോലെയാണ്, സുഗന്ധമുണ്ടാവുകയില്ല, രുചി നല്ലോണം മധുരമുണ്ടാകും. എന്നാൽ മുനാഫിഖും 2 വിധത്തിലുണ്ട്. ഒരു മുനാഫിഖ് ഖുർആൻ ഓതുന്നു, അത് പുഷ്പം പോലെയാണ്, കറൈഹാനത്തി പുഷ്പം പോലെയാണ്,
അതിന്റെ സുഗന്ധം നല്ലതുണ്ടാകും, എന്നാൽ രുചി കയ്പായിരിക്കും. അതേ സ്ഥാനത്ത് ഒരു മുനാഫിഖ് ഖുർആൻ ഓതൂല, എന്നാൽ ഹൻളലത്ത് പോലെയാണ് എന്ന് അതിന്റെ കയ്പ് ആട്ടങ്ങ പോലെ അതിന്റെ കയ്പുണ്ടാകും, അതിന്റെ രുചി കയ്പും അതുപോലെ അതിന്റെ സുഗന്ധം കയ്പും രണ്ടും കയ്പായിരിക്കും എന്ന് ഹദീസിൽ കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മുത്തബിയുസ്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ് ഇദാ അസാബഹുൽ മാഉ ഖീല യാ റസൂലല്ലാഹ് വമാ ജിലാഉഹാ ഖാല കസ്റതു ദിക്രിൽ മൗത്ത് വതിലാവത്തിൽ ഖുർആൻ. ഈ മനസ്സുകൾ തുറുമ്പിപ്പിടിച്ചു പോകുന്നു. ഏതുപോലെ? ഇരുമ്പിൽ വെള്ളം എത്തുമ്പോൾ, ഇരുമ്പ് വസ്തുക്കളിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ ആ ഇരുമ്പുകൾ തുറുമ്പി അടിക്കുന്നത് പോലെ മനസ്സുകളൊക്കെ തുറുമ്പി പൊടിക്കുന്നു എന്ന് ഹദീസിൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ചോദിച്ചു, വമാ ജിലാഉഹ, അതിന്റെ ജിലാ എങ്ങനെയാണ്, അതിനെ ക്ലീനാക്കൽ എങ്ങനെയാണ്, അതിനെ സാഫ് ചെയ്യൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കസ്റതു ദിക്രിൽ മൗതി വതിലാവത്തിൽ ഖുർആൻ, മരണത്തിനെ അധികമായി ഓർക്കുക, അതുപോലെ പരിശുദ്ധ ഖുർആൻ ഓതുക. മരണത്തിന്റെ ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. ഒരു ദിവസത്തിൽ 20 പ്രാവശ്യം മരണത്തിന് ഓർത്താൽ അവൻക്ക് ഷഹീദിന്റെ കൂലിയാണെന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹയെ തൊട്ട് കാണാം. അതോടുകൂടെ പരിശുദ്ധ ഖുർആൻ ഓതുക, എന്നാൽ ഈ മനസ്സിന്റെ തുറുമ്പുകളെല്ലാം നീങ്ങിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മിഷ്കാത്തുൽ മസാബീഹ് 189 പേജിൽ കാണാം. അതുകൊണ്ടാണ് അബൂ ഉമാമ ബാഹിലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് 1-ാം വാല്യം 270 കാണാം, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുക. ഖുർആൻ ഖിയാമത്ത് നാളിൽ അതിനെ ഓതുന്ന ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യുന്നതായിട്ട്, ശുപാർശ പറയുന്നതായിട്ട് അത് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം, ആ അള്ളാഹുവിന്റെ കലാം നമ്മൾ ധാരാളം ഓതേണ്ടതുണ്ട്. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, 2-ാം വാല്യം 119 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യജീഉ സാഹിബുൽ ഖുർആൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ ഓതുന്ന ആൾ വരും. ഫയഖൂലു, ഖുർആൻ പറയും, യാ റബ്ബി ഹുല്ലഹു ഫയുൽബസു താജൽ കറാമത്തി. അതായത് ഖുർആൻ ഓതുന്ന ആൾ വരുമ്പോൾ ഖുർആൻ പറയും, ഇവനിക്ക് കറാമത്തിന്റെ കിരീടം, കറാമത്തിന്റെ താജ് ധരിക്കണം എന്ന് ധരിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ സമയത്ത് അവനിക്ക് ധരിപ്പിക്കപ്പെടുമെന്നും, അപ്പോൾ യാ റബ്ബി സിദ്ഹു ഫയുൽബസു ഹുല്ലത്തൽ കറാമ, വീണ്ടും കറാമത്തിന്റെ വസ്ത്രം ധരിപ്പിക്കപ്പെടും. സുമ്മ യഖൂലു യാ റബ്ബി റള അൻഹു, അവനത്ര തൃപ്തിപ്പെടണം എന്ന് പറയുമ്പോൾ ഫയർളാ അൻഹു, അവനത്ര തൃപ്തിപ്പെടുകയും ആ സമയത്ത് ആ ഖുർആൻ ഓതുന്ന ആളോട് പറയപ്പെടും, ഇഖ്റഇ വർഖഇ വയുസാദു ബികുല്ലി ആയത്തിൻ ഹസന, നീ പരിശുദ്ധ ഖുർആൻ ഓത്, സ്വർഗത്തിന്റെ സ്റ്റെപ്പിലേക്ക് കയറിക്കൊണ്ടിരുന്നു, എന്നിട്ട് ഓരോ ആയത്തിനിക്കും അവനിക്ക് കൂലി കൂടുതലാക്കപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തുർമുദി തങ്ങൾ 2-ാം വാല്യം 119 പേജിൽ പറഞ്ഞത് കാണാം. അങ്ങനെ ഒരുപാട് ഓരോ സൂറത്തിന്റെ മഹത്വങ്ങളും, പ്രത്യേകിച്ചും അബ്ശിർ ബിനൂറൈനി എന്ന് പറഞ്ഞ ഹദീസിൽ ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ചും അതുപോലെ സൂറത്തുൽ ബഖറിന്റെ അവസാനം ആമന റസൂലിനെ സംബന്ധിച്ചും അങ്ങനെ ധാരാളം മഹത്വങ്ങൾ പറഞ്ഞത് കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തജ്അലു ബുയൂതകും മഖാബിറ വഇന്നൽ ബൈത്തല്ലദീ തുഖറഉൽ ബഖറ ഫീഹി ലാ യദ്ഖുലുഹു ശൈത്വാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്. ഖുർആൻ ഓതാത്ത, ഇബാദത്തില്ലാത്ത ഒരു വീടുകൾ നിങ്ങൾ ആക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ഓതുന്ന വീടുകളാക്കണം. ഖുർആൻ ഓതപ്പെടുന്ന വീട്ടിൽ, പ്രത്യേകിച്ചും സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം തുർമുദി തങ്ങൾ 2-ാം വാല്യം 115 പേജിൽ പറഞ്ഞത് കാണാം. അങ്ങനെ ഒരുപാട് ഹദീസുകൾ. രാത്രി ഉറങ്ങുമ്പോൾ ആയത്തുൽ കുർസി, ഒരു നീണ്ട ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ശൈത്താൻ തന്നെ പറഞ്ഞു കൊടുത്തു എന്ന ഒരു നീണ്ട സംഭവം, ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താന്റെ ശർ ഉണ്ടാവില്ല എന്ന് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരി 1-ാം വാല്യം 310 പേജിൽ പറഞ്ഞു. അതുപോലെ അൽ കഹഫ് സൂറത്ത്, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫി യൗമിൽ ജുമുഅ അളഅലഹു നൂർ മാ ബൈനൽ ജുമുഅത്തൈൻ. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ദഅവാത്തുൽ കബീറിൽ രേഖപ്പെടുത്തി മിഷ്കാത്ത് 189 പേജിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവർത്തും സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതിയാൽ ആ 2 വെള്ളിയാഴ്ചന്റെ ഇടയിലുള്ള പ്രകാശം അവനിക്ക് നൽകപ്പെടുമെന്ന് ഒരുപാട് ഹദീസുകൾ പറഞ്ഞത് കാണാം. അതുപോലെ ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബ വഖൽബുൽ ഖുർആനി യാസീൻ വമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മററാത്ത്. റവാഹു ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മിഷ്കാത്ത് 187 കാണാം. എല്ലാ വസ്തുവിനും ഒരു മനസ്സുണ്ട്. പരിശുദ്ധ
സൂറത്ത് യാസീന് ഖുർആന്റെ മനസ്സാണെന്നും ആ യാസീൻ ഓതുമ്പോൾ 10 ഖുർആൻ ഓതിയ കൂലി അവനക്ക് എഴുതപ്പെടുമെന്നും അങ്ങനെ ഒരുപാട് ഹദീസുകൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ യാസീൻ ഇബ്തിഗാ വജ്ഹില്ലാഹി തആല ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ഫഖറഊഹാ ഇൻദ മൗതാഅക്കും. യാസീൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഓതിയാൽ അവന്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു മാഫാക്കി കൊടുക്കുമെന്നും മരണപ്പെട്ട മയ്യത്തുകളുടെ മുമ്പിലെല്ലാം അത് ഓതണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ ഉദ്ധരിക്കുകയാണ്. മിഷ്കാത്ത് 189 കാണാം. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ ഓതിയതുപോലെ, അതുപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 4 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ ഓതിയ പോലെ അങ്ങനെയുള്ള ഹദീസുകളൊക്കെ കാണാം. ഏതായാലും പരിശുദ്ധ ഖുർആന്റെ സൂറത്തുകൾക്കും ആയത്തുകൾക്കും ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരിബ്. ഒരാളെ മനസ്സിൽ പരിശുദ്ധ ഖുർആന്റെ ഒന്നുമില്ലെങ്കിൽ അത് കേടുവന്ന വീട് പോലെയാണെന്ന് തുർമുദി ഇമാം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മാത്രമല്ല ഇന്നല്ലാഹു യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. പരിശുദ്ധ ഖുർആൻ കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിഭാഗത്തിനേക്ക് വലിയ ഒരു സ്ഥാനം കൊടുക്കുകയും അതേ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആന്റെ കാരണം കൊണ്ട് ചില ആളുകളെ, ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല താഴ്ത്തിക്കളയും ചെയ്യുമെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് 1-ാം വാല്യം 272-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുമ്പോൾ അവരെ മാതാപിതാക്കൾക്ക് എത്രമാത്രം നേട്ടമാണ് ഉണ്ടാകുക. മൻ ഖറഅൽ ഖുർആന ഫഅക്മലഹു വഅമില ബിമാ ഫീഹി ഉൽബിസ വാലിദൈഹി യൗമൽ ഖിയാമത്തി താജൻ ഹുവ അഹ്സനു മിൻ ദൗഇ ശംസി ഫീ ബുയൂതി മിൻ ബുയൂതി ദുനിയ ലൗ കാനത് ഫീഹി ഫമാ ദന്നുകും ബില്ലദി അമില ബിഹി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ 4-ാം വാല്യം 466-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതി അത് പരിപൂർണമാക്കി പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്താൽ ഖിയാമത്ത് നാളിൽ ആ ഹാഫിളുൽ ഖുർആൻ, ആ ഖുർആൻ പഠിക്കുകയും അമല് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക്, മാതാപിതാക്കൾക്ക് കിരീടം ധരിക്കപ്പെടുമെന്നും അതിന്റെ പ്രകാശം കൊണ്ട് അതിന്റെ പ്രകാശം ദുനിയാവിൽ കാണുന്ന സൂര്യന്റെ പ്രകാശത്തെക്കാളും കൂടുതലുണ്ടാകുമെന്നും മാത്രമല്ല സൂര്യൻ അടുത്തുണ്ടാകുമ്പോൾ നമ്മുടെ വീടുകളിൽ ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടാവും അത്രമാത്രം മാതാപിതാക്കൾക്ക് സ്ഥാനങ്ങൾ അവിടെ വെളിവാകും എന്നും ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവർ വലിയ മഹത്വമുള്ളവരാണെന്നൊക്കെ പ്രത്യേകിച്ചും മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബുഖാരിയിൽ 2-ാം വാല്യം 752-ാമത്തെ പേജിൽ കാണാം. ഇത്ര മഹത്വമേറിയ പരിശുദ്ധ ഖുർആൻ ഒരാൾ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയാൽ അദ്ദേഹത്തിനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും മഗ്ഫിറത്ത് ലഭിക്കാനും ഷഫാഅത്ത് കിട്ടാൻ നരകം രക്ഷപ്പെടാൻ കാരണമാകും. അവസാനമായി പറയാനുള്ള ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു 2-ാം വാല്യം 118-ാമത്തെ പേജിൽ സയ്യിദുനാ ബാബു മദീനത്തിൽ ഇൽമ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആന ഫസ്തദ്ഹറഹു ഫഅഹല്ല ഹലാലഹു വഹറമ ഹറാമഹു അദ്ഖലഹു അല്ലാഹു ബിഹിൽ ജന്ന വശഫഅഹു ഫീ അശറത്തി മിൻ അഹ്ലി ബൈതിഹി കുല്ലഹും ഖദ് വജബത് ലഹുൻ നാർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ഒരാൾ ഓതി അതിനെ ഹിഫ്ളാക്കുകയും ചെയ്തു, എന്നിട്ട് അതിന്റെ ഹലാലിനെ ഹലാലായി വിചാരിച്ചു, അതിന്റെ ഹറാമിനെ ഹറാമായി വിചാരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ കടത്തും. എന്നിട്ട് അവന്റെ വീട്ടുകാരിൽ നിന്ന് 10 ആളുകൾക്ക് അവൻ ശഫാഅത്ത് ചെയ്യും. എങ്ങനെയുള്ള ആളുകൾ? കുല്ലുഹും ഖദ് വജബത് ലഹുൻ നാർ. എല്ലാവരും നരകം നിർബന്ധമായ അങ്ങനത്തെ ആളുകൾ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉ തുർമുദി 2-ാം വാല്യം 118-ാമത്തെ പേജിൽ ഉദ്ധരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഒരു ഹർഫുകളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും ഷഫാഅത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കണം. വഅതസിമു ബിഹബിലില്ലാഹ്. ആ പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കണം. വ ज़माने में मुअज़्ज़ज़ थे മുസൽമാൻ ഹോക്കർ ഹറം ഖ്വാർ ഹുവേ താരിഖെ ഖുർആൻ ഹോക്കർ. പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ശഅബാൻ മാസത്തിൽ തന്നെ റമദാൻ ഷരീഫിനെ ആദരിച്ച് ബഹുമാനിച്ച് ഒരുപാട് മഹാന്മാർ
പരിശുദ്ധ ഖുർആനെ ധാരാളം ഓതുകയും അതിനെ പാരായണം ചെയ്യുമായിരുന്നു. സയ്യിദുന സൽമത്ത് ബിൻ കുഹൈൽ റളിയല്ലാഹു അൻഹു ശഅബാൻ മാസം പരിശുദ്ധ ഖുർആൻ ഓതുന്നവരുടെ മാസമാണെന്നും ഹബീബ് ബിൻ അബൂ സാബിത്ത് റളിയല്ലാഹു അൻഹു ശഅബാൻ മാസം വരുമ്പോൾ ഇത് ഖാരികളുടെ മാസമാണെന്നും അതുപോലെ അംർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ശഅബാൻ മാസം വരുമ്പോൾ തന്റെ പീടികളൊക്കെ ബന്ധാക്കി പരിശുദ്ധ ഖുർആന് വേണ്ടി സമയം മുഴുവനും ചെലവാക്കിയിരുന്നു എന്ന് സയ്യിദ് മുഹമ്മദ് ബിൻ അലവി മാലികി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മാദാഫി ശഅബാൻ 44-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അത്തദ്വീൻ ഫി അഖ്ബാരി ഖസ്വീൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന്റെ 1-ാം വാല്യം 153-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അന്നൽ മുഅ്മിനീന യസ്തഇദ്ദൂന ഫീഹി ലിദ്ദിക്രി വൽ ഖൈരി വഖിറാഅത്തിൽ ഖുർആനി വയതഹബൂന ലിമജീഇ റമളാൻ. പരിശുദ്ധ റമളാൻ ശരീഫിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് മുഅ്മിനീങ്ങൾ ദിക്റിനും ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഖുർആൻ ഓതാൻ വേണ്ടിയൊക്കെ തയ്യാറായിരുന്നു. പരിശുദ്ധ റമളാനിനെ തയ്യാറെടുക്കുമായിരുന്നു, അവരൊക്കെ റെഡിയാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മഹാനായ ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നമാ സുമിയ ശഅബാൻ ലിഅന്നഹു യൻശഇബു ഫീഹി ഖൈറുൻ കസീർ, ശഅബാൻ മാസത്തിൽ ധാരാളം ഖൈറുകൾ ഉണ്ടാകും എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ആ ശഅബാൻ മാസത്തിന്റെ റമദാൻ ഷരീഫ് കടന്നു വരുമ്പോൾ സേവനമുള്ളവരും അല്ലാത്തവരും പരിശുദ്ധ ഖുർആൻ ശഅബാൻ മാസത്തിൽ ധാരാളം, പ്രത്യേകിച്ചും ഹാഫിളീങ്ങൾ റമദാൻ മാസത്തിൽ സേവനമുള്ളവരും അല്ലാത്തവരും അള്ളാഹുവിന്റെ കലാം അധികരിപ്പിക്കേണ്ടതുണ്ട്. സയ്യിദുനാ അബൂ മുഅമ്മർ റളിയല്ലാഹു അൻഹു പറയുന്നു, ശഅബാൻ മാസം റബ്ബിനോട് പറയും, യാ റബ്ബി ജഅൽതനി ബൈന ശഹറൈനി അളീമൈൻ ഫമാ ജഅൽതലി, പടച്ചോനെ എന്നെ നീ 2 വണ്ണമായ മാസത്തിന്റെ ഇടയിലാക്കിയിട്ടുണ്ട്, എനിക്കെന്താ ഉള്ളത്? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ജഅൽതു ഫീക തിലാവത്തുൽ ഖുർആൻ, നിന്നിൽ പരിശുദ്ധ ഖുർആന്റെ ഓത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ആമാലിൽ മുത്ലഖയുടെ 108-ാമത്തെ മജ്ലിസ് 125-ാമത്തെ പേജിലും അതുപോലെ ജമാലുദ്ദീനുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൂർ ഫി ഫളാഇലിൽ അയ്യാമി വശുഹൂർ 173-ാമത്തെ പേജിലും രേഖപ്പെടുത്തുന്നതായി കാണാം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഹിഫ്ളാക്കിയത് തക്രാറാക്കുകയും ദൗറ നടത്തുകയും ധാരാളം ഓതുകയും അള്ളാഹുവിന്റെ കലാം കൊണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ അവയവങ്ങളെയും പ്രകാശിപ്പിക്കുകയും നമ്മുടെ മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, അതുപോലെ കുടുംബമിത്രാദികൾ, നമ്മെ സഹായിച്ചവർ, ദുആ വസിയത്ത് ചെയ്തവർ, സർവ്വ മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ താമസിക്കുന്ന നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തിന് വേണ്ടി അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതി ഹദിയ ചെയ്ത് അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.